ഇന്നത്തെ ഈ വീഡിയോ കലയെ സ്നേഹിക്കുന്നവർക്കും ചരിത്രം അറിയാൻ ഇഷ്ടപ്പെടുന്നവർക്കും യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. ഈ വെക്കേഷന് അതായത് മെയ് മാസത്തിൽ ഞങ്ങൾ പോയത് തഞ്ചാവൂര് ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ്. അവിടെ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ തഞ്ചാവൂര് ചോള സാമ്രാജ്യ തലസ്ഥാനമാണ്. അതേപോലെ തന്നെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ബൃഹത്തായ ഒരു ക്ഷേത്രമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കാവേരി നദിയുടെ തീരത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരുപാട് PSC ക്വസ്റ്റ്യനും നമുക്ക് പഠിക്കാം. എവിടെ? കാവേരി നദിയുടെ തീരത്ത്. അതേപോലെ കാവേരിയുടെ പോഷക നദികൾ നമുക്കറിയാം: കബനി, ഭവാനി, ഹേമവതി. പിന്നെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 9-ാം നൂറ്റാണ്ടോടുകൂടി 1003, 1010 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം രാജരാജ ചോഴൻ പണികഴിപ്പിച്ചത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ദക്ഷിണമേരു, തഞ്ചൈ പെരിയ കോവിൽ എന്നിങ്ങനെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പൂർണ്ണമായും ഗ്രാനൈറ്റിൽ നിർമ്മിച്ച 13,000 ടൺ ഗ്രാനൈറ്റിൽ നിർമ്മിച്ച 7 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഞങ്ങൾ നേരെ ഒരു എത്ര മണിക്ക് വൈകുന്നേരമായി ചെന്നപ്പോൾ. രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ. മക്കൾക്കും എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ വാതിക്കലൊരു പുൽത്തകിടിയുണ്ട്. ആ പുൽത്തകിടിയിലൊക്കെ ഇരുന്ന് ഒരുപാട് നമുക്ക് കാഴ്ചകൾ കാണാം. രാത്രിയാണ് ഏറ്റവും മനോഹരം. ഇതിൻ്റെ ആകാശം, ഈ ക്ഷേത്രത്തിൻ്റെ ആകാശം ആ സമയത്ത് എത്ര മഴക്കാറാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ ആകാശം നമ്മൾ നീല കളറായിരിക്കും. പിന്നെ ഒറ്റക്കല്ലിൽ തീർത്തൊരു നന്ദിയുടെ ഒരു ശില്പമുണ്ട് അവിടെ. ആ നന്ദിയുടെ ശില്പത്തിൽ ഇത്രയും ലിറ്റർ ആ നന്ദിയെ കഴുകാൻ, അതൊരു വലിയൊരു നന്ദിയുടെ ഒരു ശില്പമാണ്. അതിൽ പാലൊഴിച്ചാണ്, അത് ഫുള്ള് പാലൊഴിച്ചാണ് അവർ അതിനെ അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ പോവാം. പിന്നെ എന്താണ്, അന്ന് എഴുതിയ കുറേ ശിലാലിഖിതങ്ങൾ അത് ഇതിലുണ്ടായിരുന്നു. പിന്നെ പുറത്തെ ഇടനാഴികളിൽ അഷ്ടദിക്പാലകരുണ്ട്. പിന്നെ വലിപ്പം കൂടിയ ശിവലിംഗം, വിമാന എന്നു പേരുള്ളൊരു ഗോപുരമാണ്. ഇത് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇത് കൊണ്ടുവന്ന് ഈ ശില്പം പണികഴിപ്പിച്ചത്? നമുക്ക് ഒറ്റക്കല്ലിൽ, അന്ന് റോഡുകൾ ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് എങ്ങനെയാണ് ഈ ശില്പം ഒറ്റക്കല്ലിൽ തീർത്തതെന്ന് നമുക്ക് എപ്പോഴും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ആ ശില്പം അവിടെ കൊണ്ട് വെച്ച് അത് തീർത്തതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും മനോഹരമാണ് ആ ശില്പം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വിജയനഗര സാമ്രാജ്യത്തിനും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വിജയനഗര സാമ്രാജ്യം ഇത് കഴിഞ്ഞ് ചോള സാമ്രാജ്യം കഴിഞ്ഞ് വിജയനഗര സാമ്രാജ്യവും ഇവിടെ ഭരിച്ചിരുന്നു. പിന്നെ ഇതിൽ പൈതൃക പട്ടികയിൽ 1987 ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്നാണ്. 1987. പിന്നെ ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതിയെന്ന് നമുക്കറിയാം. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. അങ്ങനെ എടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. ഞങ്ങൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് 2 ദിവസത്തെയായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് നേരിട്ട് ട്രെയിനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ ചെന്നിട്ട് 2 ട്രെയിൻ മാറി കയറിയാണ് ഞങ്ങൾ പോയത്. അത് അങ്ങനെ നല്ല. പിന്നെ ഒരുപാട് അവിടെ മാത്രമല്ല, മറാത്ത പാലസ്, തഞ്ചാവൂർ മ്യൂസിയം, അവിടെ 2 ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തഞ്ചാവൂർ ബൊമ്മ, അത് നമുക്ക് പ്രശസ്തമായ പേര് കേട്ട ഒരു നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ 1000 വാർഷികം പ്രമാണിച്ച് 2010 5 രൂപയുടെയും 1000 രൂപയുടെയും നാണയങ്ങൾ അവരുടെ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനം, കേന്ദ്രം ഇറക്കിയിട്ടുണ്ട് 5 രൂപയുടെ 1000 രൂപയുടെ നാണയങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, പൊന്നിയിൻ സെൽവൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അവിടെ. പൊന്നിയിൻ സെൽവൻ സിനിമ ഷൂട്ട് ചെയ്തതല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് റീൽസും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. പൊന്നിയിൻ സെൽവൻ ഈ സിനിമയുടെ കഥ പറയുന്ന ഇതിൻ്റെ ആ സിനിമയാണ്. ഇതിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അവിടെ ഷൂട്ട് ചെയ്തൊന്നുമല്ല. ഒരുപാട് തഞ്ചാവൂർ ബൊമ്മകൾ, നല്ല ഭംഗിയാണത് കാണാനായിട്ട്. നല്ല തല ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഭരതനാട്യത്തിൻ്റെ ജന്മദേശമാണ്. പിന്നെ തമിഴ്നാട്ടിലൂടെ ഒഴുകി അമരാവതി എന്ന് പറഞ്ഞൊരു നദിയുണ്ടല്ലോ, അത് എവിടെയാണെന്ന് നമുക്ക്
ചോദിക്കും PSCയിൽ. അതെന്താണ്? തമിഴ്നാട്ടിലൂടെ ഒഴുകി കാവേരിയിൽ ചേരുന്ന നദിയാണ് അമരാവതി. പിന്നെന്ന് വെച്ചാൽ മേട്ടൂർ അണക്കെട്ട്. മേട്ടൂർ അണക്കെട്ട് എവിടെയാണെന്നറിയാം? എവിടെയാണ്? കാവേരി നദിയിലാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ PSC ക്വസ്റ്റ്യൻസ്. പിന്നെ അത് മാത്രമല്ല, യാത്രകൾ ഇഷ്ടപ്പെടുന്നത് നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ എന്താണ്, ഛത്രപതി ശിവജി പണികഴിപ്പിച്ചതാണ് മറാത്ത പാലസ്. നമുക്കറിയാം ശിവജിയുടെ പതനം, അതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഛത്രപതി ശിവജി പണികഴിപ്പിച്ചതാണ് ഈ മേട്ടൂർ മറാത്ത പാലസ്. അതിൽ തഞ്ചാവൂർ മ്യൂസിയത്തിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ പഴയ കളക്ടർ ഓഫീസുണ്ട്. പിന്നെ മൺപാത്രങ്ങൾ, നാണയങ്ങൾ, പൈതൃക വസ്തുക്കൾ, തഞ്ചാവൂർ പട്ട്, പിന്നെ റോയൽ പാലസ് മ്യൂസിയം. ഇപ്പോൾ റോയൽ പാലസ് മ്യൂസിയത്തിൽ എൻട്രി ഇല്ല. ഇപ്പോൾ അതിൽ എൻട്രി ഇപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. പിന്നെ ഭരതനാട്യത്തിൻ്റെ ജന്മദേശമാണ്, നമുക്കറിയാം ഭരതനാട്യത്തിൻ്റെ ജന്മദേശമാണ് തഞ്ചാവൂർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൂർണ്ണമായും ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. അത് ആ സമയത്ത് എങ്ങനെയാണ് ഇത് ഗ്രാനൈറ്റിൽ നിർമ്മിച്ചത് നമുക്ക് ആർക്കും എങ്ങനെയാണത് വന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എന്താണ്, നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രാജരാജ ചോളൻ പണിയെടുപ്പിച്ച ചോള സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമായ ഒരു ക്ഷേത്രമാണ്. പിന്നെ അവിടുത്തെ പാലസ് അതിമനോഹരമാണ്. അവിടുത്തെ പാലസ് കാണാനായിട്ട്. ഇത് പാലസിൻ്റെ ഉൾവശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ പോകണം. അങ്ങ് നല്ല എന്താണ്, നമ്മൾ ഒരിക്കലും നമുക്ക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പോരാനായിട്ട് തോന്നത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു ആകർഷകമായ ഒരു ക്ഷേത്രമാണ്. പക്ഷേ നമ്മൾ ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് അല്ലെങ്കിൽ വണ്ടിയിൽ എന്ന് വെച്ചാൽ കാറിലൊക്കെ പോകുന്നെങ്കിൽ 2-3 പേര് ഒരുമിച്ച് ഓടിക്കാനായിട്ട് പറ്റുന്നതൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്, ഒരാൾ തന്നെ ഓടിക്കണ്ടല്ലോ എന്നോർത്താണ് നമ്മൾ ട്രെയിനിൽ പോയതും. ശരിക്കും കറക്റ്റ് 4 ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്ര എല്ലാം കൂടെ 4 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ സമയം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നല്ല യാത്രയായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ പരിശോധിച്ചിട്ട് അവർ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. റീൽസും അങ്ങനെയുള്ള ഒരു ചിത്രീകരണത്തിനും നമുക്ക് പറ്റത്തില്ല. പിന്നെ എന്താണ്, നമ്മൾ ചെരുപ്പ് അവിടെ സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരിടത്തും നമുക്ക് എന്താണ് പിന്നെ ഒരു കടകളോ അങ്ങനെയൊന്നുമില്ല. അത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് കൊണ്ടാണ്. ഞാൻ അടുത്ത PSC ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയാം. കാവേരി നദിയുടെ തീരത്താണ് കബനി, ഭവാനി, ഹേമവതി. ഇതെല്ലാം അതിൻ്റെ പോഷക നദികളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 1987-ലാണ്. പിന്നെ അമരാവതി, അത് തമിഴ്നാട്ടിലൂടെ ഒഴുകി കാവേരി നദിയിൽ ചേർന്നു. പൊന്നിയിൻ സെൽവൻ സിനിമയുടെ കഥ ഇതാണ്. പിന്നെ മേട്ടൂർ അണക്കെട്ട് കാവേരി നദിയിലാണ്. ശിവജി പണികഴിപ്പിച്ച മറാത്ത പാലസ് ഉണ്ട്. പിന്നെ വേറെന്ന് വെച്ചാൽ അതിൻ്റെ 1000 വാർഷികം പ്രമാണിച്ചാണ് 2010 1000 രൂപ നാണയങ്ങൾ, 1000 രൂപയുടെ 5 രൂപയുടെ നാണയങ്ങൾ 1000ാമത്തെ വർഷം പ്രമാണിച്ചാണ്. പക്ഷെ ഇപ്പോഴും ഒരു അത്ഭുതം എന്ന് വെച്ചാൽ അതെങ്ങനെ ആ ക്ഷേത്രം ആ ഗ്രാനൈറ്റും അതെല്ലാം എങ്ങനെ ചുമന്നുകൊണ്ട് വന്നു. അതൊരു ഭയങ്കര, അതിൻ്റെ ഏറ്റവും മുകളിലൊരു വിമാനം എന്ന് പറഞ്ഞ ഒരു മകുടമുണ്ട്. അതിൽ ഓരോ വർഷം അവർ ധാന്യങ്ങൾ ഇട്ട് വയ്ക്കും. അപ്പോൾ അത് പണ്ട് കാലത്ത് എന്തോ ഒരു ആചാരം കൊണ്ടാണ് അത് എല്ലാ വർഷവും അവർ ആ ധാന്യങ്ങൾ അതിലിട്ട് വയ്ക്കും. പിന്നെ അതിൻ്റെ പുറത്തെന്ന് വെച്ചാൽ വലിയ ഇടനാഴികളാണ്. അത് ഓരോ കുറേ ഇങ്ങനെ ഇടനാഴികളിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. നല്ല രസമാണ് അവിടെ കാണാനായിട്ട് ആ ഇടനാഴികളിൽ. അതായത് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി കാണുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ലൈറ്റും അവർ തെളിക്കുമ്പോൾ അതിൻ്റെ ആകാശം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല കടും നീല കളർ. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണും. പക്ഷെ നമ്മൾ ഓർക്കും അതിൽ നമ്മൾ എഡിറ്റ് ചെയ്താണ്. ഒരിക്കലും എഡിറ്റ് ചെയ്യുന്നതല്ല. അത് അവിടെ പോയാൽ നല്ല ഭംഗിയാണ്. പിന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ആ മ്യൂസിയത്തിൽ തന്നെ എന്താണ് കുറേ അവരുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഇടകലർന്ന കുറേ കാര്യങ്ങൾ അവർ ആ മ്യൂസിയത്തിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു 3D ഇതായിട്ട് നമുക്കതിങ്ങനെ ചിത്രീകരണം ചെയ്ത് കാണിച്ചു തരും. ഇത് പാലൊഴിക്കുന്നതാണ്, നന്ദിയുടെ പുറത്ത് പാലൊഴിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ പിന്നെന്ന് വെച്ചാൽ ഫുഡ് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ തന്നെയാണ് അവിടെ അടുത്തൊക്കെ. അങ്ങനെയൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. എങ്കിലും ഈ യാത്ര ഒരുപാട്